ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നയാസിനിമയെ കുറിച്ച് കുറച്ച് കാര്യം പറയാനാണ് വന്നേക്കുന്നത്. അതായത് സിനിമയുടെ എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വൈറ്റമിൻ B3 ആണ് സിനിമയുടെ. അപ്പോൾ പലതരം വൈറ്റമിൻ ബി ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ കഴിക്കാൻ പറ്റുന്നത്. അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വൈറ്റമിൻ B3 അതായത് നയാസിനമൈഡ് ആണ്. അപ്പം എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്? ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഹൈഡ്രേഷൻ കൊടുക്കും. ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പം നിലനിർത്തും. ഇത് അപ്ലൈ ചെയ്യുന്നത് തന്നെ ഡാം സ്കിന്നിലാണ്, അതായത് ചെറിയ ഈർപ്പമുള്ള സ്കിന്നിലോട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹൈഡ്രേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളും പിന്നെ റിങ്കിൾസും, അതായത് റിങ്കിൾസും ഫൈൻ ലൈൻസും കുഞ്ഞു കുഞ്ഞു വരകളെല്ലാം ഈ ഹൈഡ്രേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ അത് വരാതിരിക്കാൻ സഹായിക്കും. പിന്നെ ഹൈഡ്രേഷൻ ആണ് നമ്മൾക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയത്. അതായത് നമ്മൾ ഈർപ്പം ഇല്ലെങ്കിൽ എന്ത് സാധനമായിരുന്നാലും സ്കിന്നായിരുന്നാലും അത് ചുക്കിച്ചുളിയും. അതാണ് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി നയാസിനമൈഡ് നമ്മളെ ഉപകരിക്കും. പിന്നെ അതോടൊപ്പം ഓയിലി സ്കിൻ, ഇത് ഏത് സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓയിലി സ്കിന്നിന് ഉപയോഗിക്കുമ്പോൾ അവർക്ക് നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ അവരുടെ സീബം പ്രൊഡക്ഷൻ, എന്തുകൊണ്ടാണ് അവർ ഓയിലി സ്കിന്നാവുന്ന, അവരുടെ ശരീരത്തിൽ സീബം പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ സ്കിന്നിലെ നാച്ചുറൽ ഓയിലിനെയാണ് സീബം എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷനെ അത് കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പോസ് എല്ലാം ഒന്ന് കുറയും. മറ്റേ സീബം വന്ന് കെട്ടി നിൽക്കുമ്പോഴാണ് ഈ ഓപ്പൺ പോസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നേരെ ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം കുറയ്ക്കാനായിട്ട് നയാസിനമൈഡ് സഹായിക്കും. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ, നയാസിനമൈഡ് അടങ്ങിയ പ്രോഡക്ട്സുകൾ വാങ്ങിച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓയിലി സ്കിന്നുള്ളവർക്ക് സീറമായിട്ടും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ പറഞ്ഞു ഓയിലി സ്കിന്നിനുള്ളവർക്ക് സീബം പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പോൾ പിന്നീട് അതോടൊപ്പം തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കറുപ്പ് വരാതിരിക്കാൻ സഹായിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഈ കറുപ്പ്? മെലാനിൻ പ്രൊഡക്ഷനെ അത് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തൊന്നും കറുപ്പ് അധികം വരാതിരിക്കാൻ വേണ്ടി നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. ചിലർക്ക് റെഡ് സ്പോട്ട്സ് കാണും, അത് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ആക്നേസ് ഉള്ളവർക്ക്, ആക്റ്റീവ് ആക്നെ ഉള്ളവർ നയാസിനമൈഡ് എടുത്ത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്. അതേസമയം ആക്നെ ഇല്ലാതെ, ആക്റ്റീവ് ആക്നെ എന്ന് വെച്ചാൽ ഈ പഴുത്തൊക്കെ നിൽക്കില്ലേ, അതിനെയാണ് ആക്റ്റീവ് ആക്നെ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാത്ത ചെറിയ ചെറിയ ആക്റ്റീവ് വന്നു പോയ പാടുകളോ അല്ലെങ്കിൽ കുറച്ചൊരു ചെറിയ രീതിയിൽ വരുന്നവർക്കൊക്കെ നയാസിനമൈഡ് ഇട്ടാലും വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സ്കിന്നിലെ സെറമൈഡ് പ്രൊഡക്ഷൻ അത് ഇൻക്രീസ് ചെയ്യും. സെറമൈഡ്സ് ആണ് നമ്മുടെ സ്കിൻ ബാരിയർ നല്ല ബലമായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നത്. സ്കിൻ ബാരിയർ നല്ല ബലമായിട്ടിരിക്കുമ്പോഴാണ് നല്ല ഇലാസ്റ്റിസിറ്റിയും നമ്മുടെ സ്കിന്ന് നല്ല പ്ലം ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നത്. സെറമൈഡ്സും പെപ്റ്റൈഡ്സും ഒക്കെ നമ്മുടെ സ്കിന്നിൽ വേണ്ടുവോളം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഈ നയാസിനമൈഡ് പിന്നീട് ഒറ്റയ്ക്ക്, അതായത് സിറമായിട്ട്, ഇപ്പം നയാസിനമൈഡ് എന്ന് പറഞ്ഞ സിറം വാങ്ങിച്ചിട്ട് അത് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വേറൊരു പ്രോഡക്റ്റിനോട് ചേർത്ത് അത് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണവും കിട്ടും, അതിൻ്റെ ഗുണവും കിട്ടും, വേറൊരു ഗുണവും കിട്ടും. അതാണ് പലതരം ഗുണങ്ങളും നമുക്ക് കിട്ടും. അല്ലാതെ ഇതിൻ്റെ ഗുണവും നമ്മൾ ചേർക്കുന്നതിൻ്റെ ഗുണവുമല്ല, ഇത് ചേർക്കുന്നത് കൊണ്ട് പലതരം ഗുണങ്ങൾ നമുക്ക് സ്കിന്നിലോട്ട് കിട്ടും. ഇത് കൂടുതലും വർക്ക് ചെയ്യുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആഡ് ചെയ്തിടുമ്പോഴാണ് ഇത് കൂടുതലും നമ്മുടെ സ്കിന്നിൽ വർക്കാകുന്നത്. സോളോ ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതിന് അത്രയും എഫക്റ്റീവ് അല്ല. പിന്നെ ഹൈൽഡ്രോണിക് ആസിഡ് ഇല്ലേ ഹൈഡ്രേഷൻ കൊടുക്കാനെന്ന് വിചാരിക്കും. ഹൈൽഡ്രോണിക് ആസിഡ് ഉണ്ട്. ഹൈൽഡ്രോണിക് ആസിഡ് കുറേ കൂടെ നല്ലതായിട്ട് ഹൈഡ്രേഷൻ തരുന്നതാണ്. ഇത് എല്ലാ പ്രോഡക്ട്സിൻ്റെ കൂടെയും ചേർത്ത് ഉപയോഗിക്കാനും പറ്റും. അതോടൊപ്പം തന്നെ പലതരം ഉപയോഗവും ഇതിനുണ്ട്, നയാസിനമൈഡിനും ഉണ്ട്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക പ്രോഡക്ട്സുകളിൽ, അതായത് ക്ലെൻസറിൽ, മോയ്സ്ചറൈസറിൽ, സൺസ്ക്രീനിൽ എല്ലാം നയാസിനമൈഡ് ഉണ്ട്. നയാസിനമൈഡ് സത്യം പറഞ്ഞാൽ രാവിലെയും രാത്രി ഇടാമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എനിക്ക് ഒരു സിറം രാവിലെ പകലിടുന്ന അത്ര ഇഷ്ടമല്ല. രാത്രിയിൽ നമുക്കിടാം.
അപ്പോൾ നമ്മളിനി എന്ത് സിറം തന്നെ ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ എത്ര തന്നെ നല്ല രീതിയിലാക്കിയിരുന്നാൽ പോലും നമ്മുടെ CTM റൂട്ടീൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സ്കിൻ ഒരു പരിധിവരെ നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുകയുള്ളൂ. അതായത് ക്ലെൻസ് ചെയ്തതിന് ശേഷം പിന്നെ സിറം ഉപയോഗിക്കുകയാണെങ്കിൽ സിറം ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ്സ് കഴിയുമ്പോൾ മോയ്സ്ചറൈസർ, അത് കഴിഞ്ഞ് ഒരു 3 മിനിറ്റ്സ് കഴിയുമ്പോൾ പിന്നീട് സൺസ്ക്രീൻ. രാവിലെ ആണെങ്കിൽ, രാത്രിയാണെങ്കിൽ സൺസ്ക്രീൻ വേണ്ട, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ മസ്റ്റാണ്. പകൽ ഉപയോഗിക്കുമ്പോൾ സൺസ്ക്രീനാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം. അത് നിങ്ങൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ നിങ്ങളുടെ വെളിയിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലോ എപ്പോഴും ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി എത്ര പെർസെൻറ്റേജ് വരെ നയാസിനമൈഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 to 5% സ്റ്റാർട്ടിങ് ആൾക്കാരാണെങ്കിൽ 2 to 5% വരെ ഉപയോഗിക്കാം. ഇനി ഉപയോഗിച്ച് ഒരു 6 വീക്സോ അല്ലെങ്കിൽ 8 വീക്കോ 8 ആഴ്ചയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റും. നയാസിനമൈഡ് സീറം ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും മറ്റുള്ള സീറമിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ മറ്റ് സിറങ്ങളും ഉപയോഗിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ AHA BHA അങ്ങനെയൊക്കെയുള്ള ഈ പീൽ ചെയ്യുന്നത് അത് ഉപയോഗിക്കരുത്. ബാക്കി ഇപ്പം വൈറ്റമിൻ സിയുടെ കൂടെ ഉപയോഗിക്കാം, റെറ്റിനോളിൻ്റെ കൂടെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് സ്കിന്നിന് എഫക്റ്റീവായിട്ടേ കിട്ടുകയുള്ളൂ. ഒറ്റയ്ക്ക് ഇതിൻ്റെ പ്രയോജനം കുറവാണ്. ഇത് ചേർത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രയോജനം, അതായത് ഇതിലുള്ള ഗുണങ്ങൾ നമുക്ക് കൂടുതൽ നമ്മുടെ സ്കിന്നിൽ കിട്ടുന്നത്. ഇനി നിങ്ങൾ നയാസിനമൈഡ് അടങ്ങിയ പ്രോഡക്ട്സുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നയാസിനമൈഡും കൂടുതൽ ഇപ്പോൾ 10% എന്ന് ചില പ്രോഡക്ട്സിൽ എഴുതിയിരിക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ നോക്കണം അതിൽ അലോവേറ ഉണ്ടോ, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ 10% ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഇറിറ്റേറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇനി എന്ത് പ്രോഡക്റ്റ് ആയിരുന്നാലും ശരി തന്നെ നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കരുത്. പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത്, ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഇട്ട് നോക്കിയിട്ട് ഒരു 2-3 നേരം ഇട്ട് നോക്കിയിട്ട് അതൊരു 48 hours അല്ലെങ്കിൽ 24 hours ഇട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഇറിറ്റേഷനോ വല്ല ഇച്ചിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട. ഇനി അഥവാ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തില്ല, നിങ്ങളിത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ ഇച്ചിങ്ങോ ഒക്കെ തുടങ്ങി നിങ്ങൾ വാഷ് ചെയ്തങ്ങ് കളഞ്ഞാൽ മതി. വലിയ കുഴപ്പമൊന്നും വരില്ല. എന്നിട്ട് നല്ലൊരു കാമായിട്ടുള്ള മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നല്ല അലോവേറ ജെല്ലോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അതങ്ങ് പോവും 1-2 ദിവസം കൊണ്ട്. അത് വലിയ ദോഷം ചെയ്യില്ല. പക്ഷേ മുഖക്കുരു ആക്റ്റീവായിട്ട് ഇങ്ങനെ മുഖക്കുരു ഉള്ളവരൊന്നും കുരുക്കൾ പഴുത്ത് നിൽക്കുന്നതിലൊന്നും എടുത്തിട്ട് കൊടുക്കരുത്. പിന്നെ തീരെ ഡ്രൈ സ്കിന്നായിട്ടുള്ളവർ, അതായത് ഈ സ്കിൻ ഇളകിയൊക്കെ വരുന്ന തരത്തിൽ ഇങ്ങനെ മുരിഞ്ഞ് പൊട്ടിയൊക്കെ ഇരിക്കുന്ന അവരൊന്നും എടുത്തിട്ട് കൊടുക്കരുത്. അത് അതിൻ്റെ വിപരീതമായിട്ടുള്ള ഇതേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്യാം. അപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസും എല്ലാം നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രായമാകുമ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം വന്നിരിക്കും. അതൊരു വലിയ ഒരു ഇതല്ല. പക്ഷേ ഒരുപാട് പേർക്ക് അത് വിഷമമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഹൈൽറോണിക് ആസിഡോ നയാസിനമൈഡോ അതടങ്ങിയ ക്രീംസുകളോ, ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ അതടങ്ങിയ ക്രീംസുകൾ രാത്രി ഉപയോഗിക്കാൻ പറ്റും. റെറ്റിനോൾ ഉപയോഗിക്കാൻ പറ്റും. റെറ്റിനോൾ അടങ്ങിയ ക്രീംസോ അല്ലെങ്കിൽ റെറ്റിനോൾ സിറമോ ഒക്കെ അവനവൻ്റെ സ്കിന്ന് അവനവന് അറിയണം ഞങ്ങളുടെ സ്കിൻ എങ്ങനെയാണെന്ന് ഒരു തരത്തിൽ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. എൻ്റെ സ്കിന്നിൽ ഇതിട്ടാൽ പ്രശ്നം വരുമോ എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അവർ പറയുന്ന ക്രീംസോ സപ്ലിമെൻറ്റ്സോ ഒക്കെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്നെല്ലാം ഒരു പരിധി വരെ നിങ്ങളുടെ ഡൾനെസ്സോ പിന്നീട് ഒരു കരുവാളിപ്പോ എല്ലാം അങ്ങ് മാറിക്കിട്ടും. ഇനി നല്ല ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ ആദ്യം ഇപ്പം നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യണം. അപ്പോൾ റെറ്റിനോൾ ഇട്ടതിൻ്റെ മേലിൽ ഒരു 3 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതും ഇടാം. ഇട്ടിട്ട് നല്ല ഒരു മോയ്സ്ചറൈസർ കൊണ്ട് അതിനെ ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. റെറ്റിനോൾ ഒരിക്കലും പകലല്ല, രാത്രിയാണ് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ റെറ്റിനോൾ നമ്മുടെ പ്രായക്കാർക്ക് ഇടുന്നത് വെച്ചാൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിലും അത് ചെറിയ പെർസെൻറ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ സ്കിന്നിന് അത് പറ്റുമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, പെർസെൻറ്റേജ് കൂട്ടുക. ഓയിലി സ്കിന്നുള്ളവർ ഡാം സ്കിന്നിൽ, അതായത് ഈർപ്പമുള്ള സ്കിന്നിൽ അല്ലെങ്കിലും അത് നമുക്ക് പുരട്ടാം. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഈർപ്പമുള്ള സ്കിന്നിൽ തന്നെ അത് പുരട്ടണം. സെറമാണെങ്കിൽ അത് പുരട്ടണം. അതായത് ഈർപ്പമുള്ള സ്കിന്നിൽ വൈറ്റമിൻ B3 ആയ നയാസിനമൈഡ്, അത് കഴിഞ്ഞ് റെറ്റിനോൾ, അത് കഴിഞ്ഞിട്ട്
പിന്നെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഏതെങ്കിലും നൈറ്റ് ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. എന്ത് തന്നെയായിരുന്നാലും ഇത് നമ്മളെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഇട്ടിട്ട് നാളെ റിസൾട്ട് കിട്ടണമെന്ന് വെച്ചാൽ കിട്ടത്തില്ല. ഒരു 6 ആഴ്ച 8 ആഴ്ച വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം കൺസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ കീ. പിന്നെ അതുമല്ല, ഇത് ദോഷം ചെയ്യുന്നതല്ല ഈ നയാസിനമൈഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നയാസിനമൈഡ്. അത് ഉപയോഗിക്കുന്നതാണ് 10% എന്നൊക്കെ എഴുതിയിരിക്കുന്നത് വാങ്ങിച്ച് ഉപയോഗിക്കരുത്. അത് സ്കിൻ ഇറിറ്റേറ്റ് ആവും. അതിനേക്കാളും നിങ്ങൾ 2 to 5% സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങളൊരു 6 ആഴ്ച 8 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നിങ്ങളുടെ സ്കിന്നിന് അതുകൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം കൂടുതലോട്ട് പോവുക. സഡനായിട്ട് പോയി 10% വാങ്ങിച്ച് ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് നയാസിനമൈഡിനെ കുറിച്ചുള്ളൊരു ചെറിയ കാര്യം, എന്താണ് നയാസിനമൈഡ്, അത് ആർക്കൊക്കെയാണ് പ്രയോജനം ചെയ്യണത്, എന്താണ് അതിൻ്റെ പ്രയോജനം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു ചെറിയ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് എഴുതണം. എനിക്ക് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ബൈ, ലവ് യു ആൾ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമേ. Okay, bye.